കോടിക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ള ഭൂമി പലതവണ സർവനാശങ്ങളുടെ വക്കിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഘോരമായ അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, ഭീമാകാരമായ ഉൽക്കാപതനങ്ങൾ, ഭൂമിയുടെ സമീപമുണ്ടായ അതിതീവ്രമായ നക്ഷത്ര വിസ്ഫോടനം, അങ്ങനെ സർവനാശം വിതയ്ക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ട് പോലും ഭൂമിയിലെ ജീവൻ അതിനെയെല്ലാം അതിജീവിച്ചു. ഒടുവിൽ കോടിക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിന് ശേഷം മനുഷ്യരാശി ഭൂമിയിൽ ഉത്ഭവിച്ചു. അതിജീവനത്തിന്റെ കാര്യത്തിൽ മറ്റെല്ലാ ജീവികളെക്കാളും മുന്നിലാണ് മനുഷ്യൻ. അഗ്നിപർവ്വത വിസ്ഫോടനങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കാനും ഭൂമിക്ക് നേരെ വരുന്ന ഉൽക്കകളെ ദിശ മാറ്റി വിടാനും വരെ കഴിയുന്ന തലത്തിലേക്ക് ഇന്ന് മനുഷ്യരാശി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ മറ്റ് ഗ്രഹങ്ങളെ വരെ മനുഷ്യൻ കോളനിവൽക്കരിക്കും. ചുരുക്കി പറഞ്ഞാൽ എന്തിനേയും അതിജീവിക്കുന്ന തലത്തിലേക്ക് മനുഷ്യരാശി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എല്ലാത്തിനും ഒരവസാനമുണ്ടെന്ന് പറയുന്നത് പോലെ എത്രയേറെ പുരോഗമിച്ചുവെന്ന് പറഞ്ഞാലും മനുഷ്യരാശിക്കും ഒരവസാനമുണ്ടായിരിക്കില്ലേ? ഇനിയും പല ശതകോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യൻ ഒരു ചുവന്ന ഭീമൻ നക്ഷത്രമാവുകയും ഭൂമിയെ മുഴുവൻ വിഴുങ്ങുകയും ചെയ്യും. അതോടെ ഭൂമിയുടെ കഥ അവസാനിക്കും. എന്നാൽ അതിനുശേഷവും മനുഷ്യന്റെ കഥ തുടരുക തന്നെ ചെയ്യും. പക്ഷേ മനുഷ്യന് പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിഞ്ഞാലും പ്രപഞ്ചത്തിന്റെ അവസാനത്തിനെ മനുഷ്യൻ അതിജീവിക്കുമോ? മനുഷ്യരാശിയുടെ അവസാന കാലഘട്ടം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. മനുഷ്യൻ ഒരിക്കലും ഭൂമിയുടെ അന്തരീക്ഷം കടന്നു പോകാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മനുഷ്യൻ ഭൂമിയുടെ അന്തരീക്ഷവും കടന്ന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ വരെ എത്തി. മനുഷ്യൻ അയച്ച പേടകങ്ങൾ സൗരയൂഥത്തിന്റെ അതിരെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നൂറ്റാണ്ട് സമയത്തിനുള്ളിൽ തന്നെ മനുഷ്യൻ ഇത്രയേറെ പുരോഗമിച്ചുവെങ്കിൽ ഇനിയും അധികം വൈകാതെ തന്നെ മറ്റ് ഗ്രഹങ്ങളെ കോളനിവൽക്കരിക്കുന്ന തലത്തിൽ മനുഷ്യൻ എത്തിച്ചേരും. അപ്പോൾ സ്വാഭാവികമായും ഇനിയും പല ലക്ഷം വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തു പോയി മറ്റ് നക്ഷത്രങ്ങൾക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളെ വരെ മനുഷ്യൻ കോളനിവൽക്കരിക്കും. അങ്ങനെ പതിയെ പതിയെ നമ്മുടെ ഗാലക്സി മിൽക്കി വേയിൽ മുഴുവൻ മനുഷ്യരാശി വ്യാപിക്കും. അത്രയേറെ പുരോഗമിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് വംശനാശത്തിനെ കുറിച്ച് പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല. സുനാമിയും ആഗോള താപനവും ഭൂമികുലുക്കവും ഉൽക്കാപതനവുമൊക്കെ അന്ന് മനുഷ്യനൊരു പ്രശ്നമേ ആയിരിക്കില്ല. ഒരു ഗാലക്സി മുഴുവൻ വ്യാപിച്ച പുരോഗമന സമൂഹത്തിന് യുദ്ധവും ചെയ്യേണ്ട കാര്യമില്ല. ഇനി അഥവാ യുദ്ധമുണ്ടായാൽ തന്നെ അത് മനുഷ്യവർഗത്തെ മുഴുവൻ നശിപ്പിക്കുകയുമില്ല. അങ്ങനെയെങ്കിൽ ഇനിയും ഒരുപാട് കാലം മനുഷ്യൻ പ്രപഞ്ചത്തിൽ അതിജീവിക്കും. ഒരുപാട് കാലം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ അവസാനം വരെ മനുഷ്യൻ ഉണ്ടായിരിക്കും. പക്ഷേ അതിനൊക്കെ മുൻപ് മനുഷ്യൻ ചില പ്രതിസന്ധികളെ മറികടക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. ഒത്തിരിയേറെ പുരോഗമിച്ചുവെങ്കിലും ഒരു ആസ്ട്രോയിഡ് വന്ന് പതിച്ചാലോ വലിയ സോളാർ ഫ്ലെയർ ഭൂമിക്ക് നേരെ വന്നാലോ മനുഷ്യരാശി പൂർണ്ണമായും നശിക്കും. അല്ലെങ്കിൽ ഒരു മാരകമായ വൈറസ് വിചാരിച്ചാൽ മതി. അതായത് കൊറോണ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യം മറ്റൊരു വൈറസിന് സാധ്യമായാൽ മനുഷ്യന്റെ ചരിത്രം അവിടെ അവസാനിക്കും. ഇനി ഒരു പക്ഷേ ഇങ്ങനെ ഒന്നും സംഭവിച്ചില്ലെങ്കിൽ മനുഷ്യനാൽ തന്നെ മനുഷ്യന് വംശനാശം സംഭവിച്ചേക്കാം. അതായത് അന്തരീക്ഷത്തിനെയും പരിസ്ഥിതിയെയും ഒക്കെ മനുഷ്യൻ മലിനമാക്കുന്നത് കാരണം ഇന്ന് ഭൂമിയിലെ ആവാസ വ്യവസ്ഥകൾ വളരെ വേഗം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തന്നെ കാലങ്ങളോളം തുടരുകയാണെങ്കിൽ പിന്നെ ഭൂമി വാസയോഗ്യമല്ലാതാവുകയും കാലക്രമേണ മനുഷ്യരാശി നശിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇന്ന് ലോകരാജ്യങ്ങൾ തമ്മിൽ അത്യധികം സ്നേഹത്തോടെയാണ് ജീവിക്കുന്നത്. രാജ്യങ്ങൾ തമ്മിൽ അതിർത്തികൾ പോലുമില്ല. അത്രയേറെ ഐക്യത്തിലാണ് ലോകരാജ്യങ്ങൾ. ഇതേ സ്നേഹവും ഐക്യവും ഇനിയും കുറച്ചു കാലവും കൂടെ നിലനിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു മൂന്നാം ലോക മഹായുദ്ധമുണ്ടാകാൻ അധിക കാലം വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ മനുഷ്യന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. അപ്പോൾ ആദ്യം ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തണം. അതായത് മനുഷ്യരെല്ലാം ഒന്നാണെന്ന് മനസ്സിലാക്കി ലോകരാജ്യങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുകയും വേണം. പിന്നെ ഭൂമിയെ പൂർണ്ണമായും നിയന്ത്രിക്കാനും സംരക്ഷിക്കാനും മനുഷ്യരുടെ ടെക്നോളജി പ്രാപ്തമാവുകയും വേണം. ഇതെല്ലാം സാധ്യമാക്കാൻ പറ്റിയാൽ പിന്നെ ഏകദേശം 100 കോടി വർഷത്തോളം കാലം മനുഷ്യന് ഭൂമിയിൽ മറ്റൊന്നിനെയും പേടിക്കാതെ സുരക്ഷിതമായിട്ട് തന്നെ ജീവിക്കാം. 100 കോടി വർഷക്കാലം എന്ന് പറയുമ്പോൾ മനുഷ്യൻ ഇതുവരെ ഭൂമിയിൽ ജീവിച്ചതിൻ്റെ ആയിരക്കണക്കിന് മടങ്ങ് കാലയളവാണ്.
100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ ഭൂമിയിൽ ജീവജാലങ്ങളുടെ നാശത്തിന്റെ ആരംഭമാകും. സൂര്യന്റെ കോർ ഭാഗത്തിൽ നടക്കുന്ന ഫ്യൂഷൻ പ്രക്രിയ കാരണം സൂര്യൻ നിരന്തരമായിട്ട് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അനന്തരഫലമായി സൂര്യനിൽ നിന്നും വമിക്കുന്ന പ്രകാശവും പതിയെ വർദ്ധിക്കുന്നുണ്ട്. ഓരോ 10 കോടി വർഷങ്ങൾ കഴിയുമ്പോഴും സൂര്യന്റെ പ്രകാശം 1% വെച്ച് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയാൽ ഇനിയും 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യപ്രകാശം ഇന്നത്തേതിനേക്കാൾ 10% വർദ്ധിക്കും. വെറും 10% എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ഇപ്പോഴത്തേതിനേക്കാൾ 10% കൂടുതലായാൽ അത് ഭൂമിയിൽ അതിതീവ്രമായ ആഗോള താപനത്തിന് കാരണമാകും. അനന്തരഫലമായി അന്തരീക്ഷ താപനില 100 ഡിഗ്രി സെൽഷ്യസിലും കൂടുതലായിട്ട് ഉയരാൻ തുടങ്ങും. എന്നുവെച്ചാൽ ജലം നീരാവിയാകുന്ന താപനിലയേക്കാൾ കൂടുതൽ താപനില. അപ്പോൾ സ്വാഭാവികമായും കടലുകൾ പതിയെ പതിയെ വറ്റാൻ തുടങ്ങും. കാലക്രമേണ കടലുകൾ മുഴുവൻ വറ്റി വരണ്ടുപോകും. അപ്പോൾ ഭൂമി ഒരു ബ്രൗൺ നിറത്തിലുള്ള ഗ്രഹമായി മാറും. കടലുകളില്ലാതെ ഭൂമിയുടെ സകല ആവാസ വ്യവസ്ഥകളും തകരും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഭൂമിയിൽ ഇന്ന് കാണുന്നത് പോലത്തെ ജീവജാലങ്ങൾക്കൊന്നും തന്നെ അതിജീവിക്കാനാകില്ല. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിനെയും മനുഷ്യൻ അതിജീവിക്കും. കാരണം സൂര്യൻ വലുതാകുന്നതിനനുസരിച്ച് ഹാബിറ്റബിൾ മേഖലയും അകന്നുകൊണ്ടിരിക്കുകയാണ്. ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലകൊള്ളാൻ കഴിയുന്ന മേഖലയാണ് ഹാബിറ്റബിൾ സോൺ. ഈ മേഖലയ്ക്ക് പുറത്ത് സൂര്യന്റെ ഒരുപാട് അകലെ പോയാൽ ജലം തണുത്തുറഞ്ഞു പോകും. എന്നാൽ അതേസമയം സൂര്യന്റെ ഒരുപാട് അടുത്തു വന്നാൽ ജലം നീരാവിയാവുകയും ചെയ്യും. ഇന്ന് ഭൂമി ഹാബിറ്റബിൾ മേഖലയിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ 100 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ, അതായത് ഭൂമി വാസയോഗ്യമല്ലാതാകുന്ന സമയത്തിൽ ഹാബിറ്റബിൾ മേഖല പതിയെ അകലും. അപ്പോൾ മാർസ് ഗ്രഹം ഹാബിറ്റബിൾ മേഖലയുടെ ഉള്ളിലാവുകയും ചെയ്യും. ചൊവ്വയുടെ ധ്രുവങ്ങളിൽ ഭീമാകാരമായ മഞ്ഞുപാളികളുണ്ട്. ഈ മഞ്ഞുപാളികൾ അന്ന് സൂര്യന്റെ വർദ്ധിച്ച ചൂട് കാരണം ഉരുകി കടലുകളും പുഴകളുമൊക്കെയായി മാറും. പക്ഷേ ജലമുണ്ടായതുകൊണ്ട് മാത്രം ചൊവ്വാഗ്രഹം മനുഷ്യന് വാസയോഗ്യമായി മാറില്ല. അതിന് കട്ടിയുള്ള നല്ലൊരു അന്തരീക്ഷം വേണം. സൂര്യനിൽ നിന്നും ബഹിരാകാശത്തിൽ നിന്നുമൊക്കെ വരുന്ന കഠിനമായ റേഡിയേഷനെ തടയാൻ ആവശ്യമായ ഒരു കാന്തിക വലയം വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ വെറും 100 വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ ഇത്രയേറെ പുരോഗമിച്ചുവെങ്കിൽ 100 കോടി വർഷങ്ങളാകുമ്പോഴേക്കും മാർസിനെ ടെറാഫോം ചെയ്ത് ഭൂമിയെ പോലെയാക്കി മാറ്റിയെടുക്കാനും അന്ന് മനുഷ്യന് സാധിക്കും. പക്ഷേ അങ്ങനെ മാർസിനെ കോളനിവൽക്കരിച്ചാലും അത് വെറും താൽക്കാലികമായ താവളം മാത്രമായിരിക്കും. കാലക്രമേണ സൂര്യപ്രകാശത്തിന്റെ തീവ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഏകദേശം 250 കോടി വർഷങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ഹാബിറ്റബിൾ മേഖല ജൂപ്പിറ്റർ നിലനിൽക്കുന്ന മേഖലയിലെത്തും. ജൂപ്പിറ്റർ ഒരു വാതക ഭീമൻ ഗ്രഹമായതിനാൽ അതിനെ നമുക്ക് വാസയോഗ്യമാക്കി മാറ്റാൻ കഴിയില്ല. ഒരുപക്ഷെ അന്നത്തെ നമ്മുടെ ടെക്നോളജികൾക്ക് അതും സാധ്യമായേക്കാം. എന്തായാലും ജൂപ്പിറ്ററിന് പകരം അതിൻ്റെ ചില ഉപഗ്രഹങ്ങളെ നമുക്ക് ടെറാഫോം ചെയ്യാനാകും. ഉദാഹരണത്തിന് യൂറോപ്പ. ഇതിപ്പോഴൊരു തണുത്ത് മരവിച്ച ഗ്രഹമാണ്. പക്ഷേ ഇതിൻ്റെ മഞ്ഞുപാളികൾക്കടിയിൽ വളരെ വലിയൊരു ജലാശയമുണ്ട്. വലുതെന്ന് വെച്ചാൽ ഭൂമിയുടെ എല്ലാ കടലുകളിലുമുള്ള മുഴുവൻ ജലത്തിൻ്റെ 3 മടങ്ങോളം ജലം യൂറോപ്പയിലുണ്ട്. ഹാബിറ്റബിൾ മേഖല ജൂപ്പിറ്ററിന് സമീപമെത്തുമ്പോൾ യൂറോപ്പയുടെ ഉപരിതലത്തിലെ മഞ്ഞുരുകുകയും പതിയെ അതൊരു സമുദ്ര ലോകമായി മാറുകയും ചെയ്യും. അന്ന് നമുക്ക് യൂറോപ്പയെ കോളനിവൽക്കരിക്കാനാകും. സൂര്യതാപം വീണ്ടും വർദ്ധിക്കുമ്പോൾ ഹാബിറ്റബിൾ മേഖല അതിനപ്പുറമുള്ള സാറ്റേൺ ഗ്രഹത്തിന് സമീപമെത്തും. സാറ്റേണും ഒരു വാതക ഭീമൻ ഗ്രഹമായതിനാൽ അതിനെ നമുക്ക് വാസയോഗ്യമായ രീതിയിൽ മാറ്റിയെടുക്കാനാകില്ല. എന്നാൽ സാറ്റേണിന്റെ ഒരു ഉപഗ്രഹമാണ് ടൈറ്റൻ. സൗരയൂഥത്തിൽ കട്ടി കൂടിയ അന്തരീക്ഷമുള്ള ഒരേയൊരു ഉപഗ്രഹം ടൈറ്റൻ മാത്രമാണ്. ശരിക്കും ഭൂമിയുടെ അന്തരീക്ഷത്തിനേക്കാൾ കട്ടി കൂടുതലാണ് ടൈറ്റന്റെ അന്തരീക്ഷത്തിന്. സൗരയൂഥത്തിൽ ഭൂമിക്ക് പുറമെ ഉപരിതലത്തിൽ ധാരാളം ദ്രാവകങ്ങളുള്ള ഒരേയൊരു ലോകം ടൈറ്റനാണ്. അതിനാൽ തന്നെ അന്ന് മനുഷ്യർക്ക് ടൈറ്റനെ കോളനിവൽക്കരിക്കാനും അവിടെ ജീവിക്കാനുമാകും. പക്ഷേ അവിടെയും എന്നേക്കുമായിട്ട് ജീവിക്കാനാകില്ല. സൂര്യതാപം കാരണം സൗരയൂഥത്തിലെ ഒരു ലോകവും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാതാകുന്ന ഒരു കാലം വരും. ഇനിയും ഏകദേശം 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യന്റെ മധ്യഭാഗത്തിലുള്ള ഇന്ധനമെല്ലാം തീരും. അപ്പോൾ സൂര്യൻ അതിൻ്റെ ജീവിതചക്രത്തിന്റെ അവസാന ഘട്ടമായ റെഡ് ജെയിന്റ് ഘട്ടത്തിലേക്ക് കടക്കും. നക്ഷത്രങ്ങളുടെ മധ്യഭാഗത്തിലുള്ള ഇന്ധനം തീരുമ്പോൾ പുറംഭാഗം വികസിക്കുന്നതും അങ്ങനെ അതൊരു ചുവന്ന ഭീമൻ നക്ഷത്രമായി മാറുന്നതുമായ ഘട്ടമാണ് റെഡ് ജെയിന്റ് ഘട്ടം.
സൂര്യൻ ഒരു റെഡ് ജെയിന്റ് ആകുന്ന സമയത്തിൽ ഇപ്പോഴുള്ളതിന്റെ 250 മടങ്ങിൽ കൂടുതൽ വ്യാസമുണ്ടായിരിക്കും. അതായത് റെഡ് ജെയിന്റ് ആകുമ്പോൾ ഭൂമി ഉൾപ്പെടെയുള്ള ആദ്യത്തെ 3 ഗ്രഹങ്ങളെ സൂര്യൻ വിഴുങ്ങും. റെഡ് ജെയിന്റ് ആയി മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് പതിയെ ഒരു വൈറ്റ് ഡ്വാർഫ് നക്ഷത്രമായി മാറും. അതിനുശേഷം മനുഷ്യരാശിക്ക് സൗരയൂഥത്തിൽ ജീവിക്കാനാകില്ല. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് മറ്റൊരു നക്ഷത്രത്തിനെ തേടി പോകേണ്ടി വരും. പക്ഷേ അവിടെ വലിയൊരു പ്രശ്നമുണ്ട്. എന്താണെന്നാൽ സൂര്യന് സമാനമായ നക്ഷത്രങ്ങളെ തേടി പോകാനാകില്ല. കാരണം സൂര്യനെ പോലത്തെ നക്ഷത്രങ്ങളുടെ ശരാശരി ആയുസ് എന്നത് ഏകദേശം 1000 കോടി വർഷങ്ങളാണ്. അതിനാൽ തന്നെ 500 കോടി വർഷങ്ങൾ കഴിയുമ്പോൾ, അതായത് സൂര്യൻ ഒരു വൈറ്റ് ഡ്വാർഫായി മാറുമ്പോൾ, അതുപോലത്തെ മറ്റ് നക്ഷത്രങ്ങളും അവയുടെ ജീവിതചക്രത്തിന്റെ അവസാന കാലഘട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ സൂര്യനെ പോലെ മറ്റൊരു നക്ഷത്രത്തിനെ കണ്ടെത്തിയാലും അവിടെ അധിക കാലം ജീവിക്കാനാകില്ല. എന്നാൽ എല്ലാ നക്ഷത്രങ്ങളും സൂര്യനെ പോലെയല്ല. സൂര്യൻ ഒരു യെല്ലോ ഡ്വാർഫ് നക്ഷത്രമാണ്. ഇത്തരം നക്ഷത്രങ്ങൾ ശരാശരി 1000 കോടി വർഷങ്ങൾ നിലനിൽക്കും. പക്ഷേ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങൾ പല ലക്ഷം കോടി വർഷങ്ങൾ വരെ നിലനിൽക്കും. തീരെ വലിപ്പം കുറഞ്ഞ തരം നക്ഷത്രങ്ങളാണ് റെഡ് ഡ്വാർഫുകൾ. അപ്പോൾ അവയുടെ ഉള്ളിൽ വളരെ വളരെ കുറഞ്ഞ തോതിൽ മാത്രമേ ഫ്യൂഷൻ പ്രക്രിയ നടക്കുകയുള്ളൂ. അതായത് അവയുടെ ഇന്ധനം വളരെ ചെറിയ തോതിൽ മാത്രമേ കുറയുകയുള്ളൂ. അതുകൊണ്ടാണ് അവ ഇത്രയും കാലം നിലനിൽക്കുന്നത്. ഇതുപോലെ ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രത്തിനെ കണ്ടെത്തിയാൽ അതിനു ചുറ്റും നമുക്ക് കുറഞ്ഞത് ചില ദശലക്ഷം കോടി വർഷങ്ങൾ വരെ ജീവിക്കാനാകും. പക്ഷേ അത്തരം റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ എങ്ങനെ നമ്മൾ കണ്ടെത്തും? ഭാഗ്യവശാൽ നമ്മുടെ ഗാലക്സിയിൽ ഏറ്റവും കൂടുതലുള്ളത് റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളാണ്. സൂര്യന്റെ ഏറ്റവും അടുത്തുള്ള പ്രോക്സിമ സെന്റൗറിയും ഒരു റെഡ് ഡ്വാർഫാണ്. അതുകൊണ്ട് സൗരയൂഥം നശിക്കുമ്പോൾ മറ്റൊരു നക്ഷത്രത്തിനെ കണ്ടെത്താൻ നമ്മൾ അധിക ദൂരം പോകേണ്ടി വരില്ല. ഏറ്റവും അടുത്തെന്ന് പറയുമ്പോഴും സൂര്യനിൽ നിന്നും പ്രോക്സിമ സെന്റൗറിയിലെത്താൻ 4.2 പ്രകാശവർഷ ദൂരമുണ്ട്. അതായത് പ്രകാശത്തിന്റെ വേഗതയിൽ സഞ്ചരിച്ചാലും 4 വർഷങ്ങളിൽ കൂടുതൽ സമയമെടുക്കും പ്രോക്സിമ സെന്റൗറിയിലെത്താൻ. നമ്മുടെ നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണെങ്കിൽ അവിടെ എത്താൻ 10,000 കണക്കിന് വർഷങ്ങളെടുക്കും. അതുമാത്രമല്ല ആ കാലഘട്ടത്തിൽ ജനസംഖ്യ ഇന്നത്തേതിനേക്കാൾ ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് വളരെ ഭീമാകാരമായ വലിയ സ്പേസ് സ്റ്റേഷൻസ് ഒക്കെ നിർമ്മിക്കേണ്ടി വരും. എന്നാൽ പല ശതകോടി വർഷങ്ങളുടെ പുരോഗമനം കാരണം ഇതൊന്നും അന്നത്തെ മനുഷ്യരാശിക്കൊരു പ്രശ്നമായിരിക്കില്ല. എന്തെന്നാൽ നക്ഷത്രങ്ങൾക്കിടയിലൂടെ വളരെ എളുപ്പത്തിൽ ബഹിരാകാശ സഞ്ചാരം നടത്താൻ കഴിയുന്ന വളരെ ആധുനികമായ സംവിധാനങ്ങൾ അന്ന് മനുഷ്യർക്കുണ്ടായിരിക്കും. അങ്ങനെ പ്രോക്സിമ സെന്റൗറിക്ക് ചുറ്റും അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരു റെഡ് ഡ്വാർഫ് നക്ഷത്രത്തിന് ചുറ്റും മനുഷ്യരാശി പല ദശലക്ഷം കോടി വർഷക്കാലം അതിജീവിക്കും. പക്ഷേ റെഡ് ഡ്വാർഫുകൾക്കും ഒരവസാനമുണ്ട്. ഇനിയും ഏകദേശം 100 ലക്ഷം കോടി വർഷങ്ങൾ കഴിയുമ്പോൾ നക്ഷത്രങ്ങളിലല്ലാതെ പ്രപഞ്ചത്തിൽ ബാക്കിയുള്ള ഹൈഡ്രജൻ എല്ലാം തീർന്നിട്ടുണ്ടാകും. അതിനുശേഷം പുതിയ നക്ഷത്രങ്ങളൊന്നും ഉണ്ടാകില്ല. പിന്നെ പതിയെ പതിയെ ഓരോ നക്ഷത്രങ്ങളായിട്ട് നശിക്കാൻ തുടങ്ങും. ഈ കാലഘട്ടം വരെ മനുഷ്യൻ അതിജീവിക്കുകയാണെങ്കിൽ ഇതിനുശേഷം ആർട്ടിഫിഷ്യൽ ഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ സ്പേസ് സ്റ്റേഷൻസിലുമൊക്കെ ജീവിക്കേണ്ടി വരും. കാലക്രമേണ എല്ലാ നക്ഷത്രങ്ങളും നശിക്കും. പക്ഷേ നക്ഷത്രങ്ങൾ നശിക്കുമ്പോൾ അവയുടെ അവശേഷിപ്പുകളായ വൈറ്റ് ഡ്വാർഫുകൾ ഉണ്ടായിരിക്കും. വൈറ്റ് ഡ്വാർഫ് എന്ന് പറയുമ്പോൾ ശരിക്കും അത് നശിക്കുന്ന നക്ഷത്രങ്ങളുടെ കോർ ഭാഗം മാത്രമാണ്. പല ശതകോടി വർഷങ്ങളോളം കാലം വൈറ്റ് ഡ്വാർഫുകൾ നിലനിൽക്കും. അപ്പോൾ അത്രയും കാലം മനുഷ്യനും വൈറ്റ് ഡ്വാർഫുകൾക്ക് ചുറ്റും ജീവിക്കാനാകും. പക്ഷേ അത് കഴിയുമ്പോൾ അവയും നശിക്കും. അങ്ങനെ പ്രപഞ്ചം മുഴുവൻ അന്ധകാരം കൊണ്ട് നിറയാൻ തുടങ്ങും. എന്നാൽ ഇതിനുശേഷവും ഒരു വലിയ ഊർജ സ്രോതസ് പ്രപഞ്ചത്തിലുണ്ട്. അതാണ് ബ്ലാക്ക് ഹോൾസ്. ഇത്രയും കാലം വരെ മനുഷ്യരാശി അതിജീവിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ ബ്ലാക്ക് ഹോളിൽ നിന്നും ഊർജം ശേഖരിക്കാനും പ്രാപ്തരായിട്ടുണ്ടാകും. അങ്ങനെ അവർക്ക് ബ്ലാക്ക് ഹോൾസിൽ നിന്നും ഊർജമെടുക്കാൻ പറ്റിയാൽ പിന്നെ കോടാനുകോടി വർഷങ്ങളോളം കാലം വീണ്ടും നമുക്ക് അതിജീവിക്കാനാകും. കാരണം നമ്മുടെ സൂര്യന്റെ അത്ര മാസ്സുള്ള ഒരു ബ്ലാക്ക് ഹോൾ നശിക്കാൻ പോലും ഏകദേശം 10⁻⁶7 വർഷങ്ങളെടുക്കും. എന്നുവെച്ചാൽ 10 ശേഷം 67 പൂജ്യങ്ങൾ. പക്ഷേ നമ്മുടെ ഗാലക്സിയുടെ മധ്യഭാഗത്തിലുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന് ഏകദേശം നമ്മുടെ സൂര്യന്റെ 40 ലക്ഷം മടങ്ങ് മാസ് ഉണ്ട്. അപ്പോൾ വളരെ ഭീമാകാരമായ ഒരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിനെ കണ്ടെത്തിയാൽ അതിന്റെ ഊർജം ശേഖരിച്ച് ഒരുപാട് കാലം മനുഷ്യർക്ക് അതിജീവിക്കാനാകും. എന്നാൽ ഒടുവിൽ ബ്ലാക്ക് ഹോളുകൾക്കും ഒരു അന്ത്യമുണ്ട്. പ്രപഞ്ചത്തിലെ അവസാനത്തെ ഊർജ സ്രോതസ്സായ ബ്ലാക്ക് ഹോളുകളും നശിച്ചു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഒരുപക്ഷെ മനുഷ്യരും അവസാനിക്കും.
വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ചന്ദ്രനിലെത്താനും മറ്റ് ഗ്രഹങ്ങളിലേക്ക് പേടകങ്ങളെ അയക്കാനും പ്രാപ്തരായ മനുഷ്യർ ചിലപ്പോൾ ഒരിക്കൽ പ്രപഞ്ചത്തിന്റെ അന്ത്യത്തിനെ പോലും അതിജീവിക്കാൻ പ്രാപ്തരായി മാറിയേക്കാം. അത്രയും പുരോഗമിച്ച ഒരു സമൂഹത്തിന്റെ സാങ്കേതിക വിദ്യകൾ ഇന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ഒരുപക്ഷെ പുതിയൊരു പ്രപഞ്ചത്തിനെ വരെ സൃഷ്ടിക്കാൻ കഴിയുന്ന തലത്തിൽ മനുഷ്യൻ വളർന്നേക്കാം. എന്തായാലും ഈ പറഞ്ഞതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകണമെങ്കിൽ ആദ്യം ഭൂമിയിലുള്ള പ്രശ്നങ്ങളെയൊക്കെ മനുഷ്യൻ തരണം ചെയ്യേണ്ടതുണ്ട്. വളരെയധികം നിർണായകമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. കാലാവസ്ഥകളും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും ബഹിരാകാശത്തിലെ പലവിധമായ അപകടങ്ങളുമെല്ലാം തന്നെ എപ്പോൾ വേണമെങ്കിലും മനുഷ്യരെ ഭൂമുഖത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ തയ്യാറായി നിൽക്കുകയാണ്. അങ്ങേയറ്റം ദുർഘടമായ ഈ ഒരു കാലഘട്ടത്തിനെ മനുഷ്യൻ അതിജീവിച്ചാൽ പിന്നെ ഒരുപക്ഷെ പ്രപഞ്ചത്തിന്റെ അവസാനം വരെ മനുഷ്യന് നിലനിൽക്കാൻ കഴിഞ്ഞേക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.